ഈൽഡ് കുറഞ്ഞു. മെൽബൺ പെർത്തും ക്വിക്കായിട്ട് ഞാൻ കമ്പയർ ചെയ്യാം. മെൽബണിന്റെ പ്രൈസസ് ഇങ്ങനെ അടിയടി പോകുന്നുണ്ട്. ഇപ്പൊ താഴേക്കാണ് പോകുന്നത്. മെൽബണിന്റെ 12 months ചേഞ്ച് എന്ന് പറയുന്നത് -3 months 3.4%, 12 months ഗ്രോത്ത് ഉണ്ടായിട്ടില്ല 2.8% മൈനസ് ആണ്. ഓക്കെ, ആനുവൽ ഗ്രോത്ത് പാസ്റ്റ് ഡെക്കേഡ് 2.6% ആണ്. മീഡിയൻ ഡ്വെല്ലിംഗ് വാല്യൂ 797, മീഡിയൻ ഹൗസ് പ്രൈസ് 936 ആണ്. റെന്റൽ ഈൽഡ് ഈ പറഞ്ഞ മാതിരി ഇതാണ്. നമ്പർ ഓഫ് വോളിയൂംസ്, ഒരു കൊല്ലം നടക്കുന്ന കച്ചവടം 100,000 ആണ്. അറൌണ്ട് 100,000 ഹൗസ് ആണ് വിറ്റ് പോകുന്നത് ഇവിടെ. പെർത്തില് കഴിഞ്ഞ 3 ദിവസമായിട്ട് -0.3 ആണ്. 12 months അവിടുത്തെ മീഡിയം പ്രൈസ് ഒക്കെ 1,073,000 ആണ്. ഓക്കെ, 1,073,000. 12 months ഒരു ഗ്രോത്ത് 20% ആണ്. പാസ്റ്റ് ഡെക്കേഡിൽ 7.6. ഈ പാസ്റ്റ് ഡെക്കേഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആക്ച്വലി എല്ലാം സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ 5 കൊല്ലം കൊണ്ടാണ്. കഴിഞ്ഞ 5 കൊല്ലത്തെ ഗ്രോത്ത് എടുത്ത് നോക്കുകയാണെങ്കിലും 7.6 ആയിരിക്കും. അപ്പൊ ഡെക്കേഡിന്റെ ആവശ്യം വരുന്നില്ല. 2017, 18, 19 വെറുതെ ഈച്ചായിട്ടിരിക്കുന്നു ആക്ച്വലി 10. ഈൽഡ് വീക്ക്ലി റെന്റ് 750, ഗ്രോസ് റെന്റൽ ഈൽഡ് 3.6, നമ്പർ ഓഫ് സെയിൽസ് പാസ്റ്റ് 12 months 43,000. ഓക്കെ, ഇവിടെ 99,000 ആണ് മെൽബണിൽ. അവിടെ വോളിയം ആക്ച്വലി ആനുവൽ കമ്പയർ സമയത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, the more number of sales happens means more number of buyers there, then more competition, then more price hike. അങ്ങനെയാണ്. അപ്പൊ സെയിൽസ് കൂടുതലനുസരിച്ചിട്ട് പ്രൈസ് കൂടുതലാണ്. നോർമൽ റിയൽ എസ്റ്റേറ്റിൽ ഗസ് 100% അല്ല, പക്ഷെ നോർമലി അങ്ങനെയാണ്. സെയിൽസ് കൂടുതലനുസരിച്ചിട്ട് പ്രൈസ് കൂടുതലാണ് കണക്ക്. പെർത്തിൽ കഴിഞ്ഞ മാസം 0.1, ക്വാർട്ടർലി 0.3 മൈനസ് ആണ്. ആനുവൽ 20%. ബ്രിസ്ബെയിൻ കഴിഞ്ഞ 3 മാസം 0.6% മൈനസ് ആണ്. 12 months 14 ആണ്. അവിടുത്തെ മീഡിയം പ്രൈസ് 1.2 million ആണ്. ദാറ്റ് ഈസ് ആക്ച്വലി സെക്കൻഡ് ഇൻ ഓസ്ട്രേലിയ ആഫ്റ്റർ സിഡ്നി. അപ്പോൾ പെർത്തിന്റെ കത്തിക്കൽ കഴിഞ്ഞു വെച്ചാൽ പെർത്ത് ഇനിയും ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, പലരും ചോദിക്കുന്ന ചോദ്യം പെർത്തിൽ മേടിക്കണ്ടേ, കാരണം പല നെഗറ്റീവ് കാര്യങ്ങളും അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അതിലെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത്, ഹോം സ്റ്റേക്കിംഗ് നിയർലി ട്വൈസ് ആസ് ലോങ് ടു സെൽ. ഇതൊരു ന്യൂസ് ആണ്. എന്ന് വെച്ചാൽ ഹെഡ്ലൈൻസ് കണ്ടിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ആക്ഷൻ എടുക്കില്ല. ഇത് വായിച്ചു പഠിക്കാൻ മനസ്സിലാവും. Time taken to sell a property in Perth has nearly doubled in the past 3 months. Okay, according to latest data from REIWA means Real Estate Institute of Western Australia. Okay, houses sold in a median of 14 days in May. 14 ദിവസം കൊണ്ടാണ് കച്ചവടം നടക്കുന്നത്. മനസ്സിലാവണ്ട, 14 ദിവസം കൊണ്ട്. അതിന് മുമ്പ് ഒരു 8 ദിവസമായിരുന്നു. മനസ്സിലാവണ്ട. എന്നുവെച്ചാല് വെള്ളിയാഴ്ച പ്രോപ്പർട്ടി വന്നാൽ തിങ്കളാഴ്ച നമുക്ക് കച്ചവടം നടക്കും. അതാണ് പെർത്ത്. ഓക്കെ, അത് മെയ്ക്ക് മുമ്പ്. മെയ്യിൽ അത് 14 ദിവസമായിരുന്നു. അപ്പോൾ ഹെഡ്ലൈൻസ് കേട്ടിട്ട് നിയർലി ട്വൈസ് ആസ് ലോങ് ആസ് ടു സെൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പേടിച്ച് പോരുത്. ആദ്യം 8 ദിവസമായിരുന്നു, പിന്നെ അത് 14 ദിവസമായി. ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തൊക്കെയാണ് 30 ദിവസം, 35 ദിവസം, 40 ദിവസം ആവറേജ്. അപ്പോൾ അവിടെ ഇപ്പോഴും 8 ദിവസം കൊണ്ടും 13 ദിവസം കൊണ്ടും 14 ദിവസം കൊണ്ടും കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ ഹെഡ്ലൈൻസ് ശരിക്കും പറഞ്ഞാൽ തെറ്റല്ലേ മിസ്? അത് കറക്റ്റാണ്. അവൻ പറഞ്ഞത് കറക്റ്റാണ്. 2 ദിവസം 8 ദിവസം നിയർലി 8 to 16 നോക്കുമ്പോൾ കറക്റ്റാണ് അവൻ പറയുമ്പോൾ. അപ്പോൾ ഇത് വായിച്ചു നോക്കണം. നമ്പർ ഓഫ് പ്രോപ്പർട്ടീസ് ഫോർ സെയിൽ ഇൻ റീവ വാസ് 5,137 അറ്റ് ദ എൻഡ് ഓഫ് May. ദിസ് വാസ് 16% ഹയർ ദാൻ. ഓക്കെ, ലിസ്റ്റിംഗ്സ് കൂടുമ്പോൾ വില കുറയണം. ഓക്കെ, അപ്പോൾ ഇവർ പറയണത് ദിസ് വാസ് 16% ഹയർ ദാൻ ഏപ്രിൽ. ലിസ്റ്റിംഗ്സ് കൂടി എന്ന് പറയണേ, അപ്പോൾ വില കുറയില്ലേ? വില കുറയും. ആൻഡ് 20% ഹയർ ദാൻ ഇയർ പോയി. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ 20% കൂടി എന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ വിചാരിക്കും, ഓ മൈ ഗോഡ്, ഗുഡ്, ഫൈനലി നമുക്ക് പോയിട്ട് പെർത്തിൽ മേടിക്കാം എന്ന് വിചാരിക്കും. പെർത്തിലൊക്കെ ഇടികൂടിയാണ് മേടിക്കാൻ. ഇപ്പൊ നമുക്ക് പെർത്തിൽ അല്ലാണ്ട് മേടിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ പെർത്തിന്റെ കത്തികല് അതല്ല പറയണേ. പെർത്തിന്റെ ഡീപ്പ് ഡൗൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെർത്തിൽ 5,000 ലിസ്റ്റിംഗ് ആണ് ഉള്ളത്. ഹാഡ് ബീൻ ഓവർ at the end of month. Perth, Mrs. Brown, അത് റീവയുടെ പ്രസിഡന്റ് ആണ്, said it was the first time active listings have ever been over 5,000 at the end of a month since 2024 ശേഷം 5,000 കടക്കണത് ഇപ്പോൾ ആദ്യമായിട്ടാണെന്ന് പറയുന്നത്. 5,000 ലിസ്റ്റിംഗ്സ് കൂടുതലും വില കുറയണം അല്ലേ? പക്ഷെ ഒരു കാര്യം നോക്കുക, എത്രയാണ് സാധാരണ നിലയ്ക്ക് ലിസ്റ്റിംഗ്സ് എത്രയാണ് നോക്കണം. ഓക്കെ, ഒരു സാധാരണ നിലയ്ക്ക് എത്ര ലിസ്റ്റിംഗ്സ്? സാധാരണ നിലയ്ക്ക് ഏകദേശം 10,000 ലിസ്റ്റിംഗ്സിലും വേണം. അതില്ല. അപ്പോ അതില്ല, 5,000 ഉള്ളൂ. 5,000 3,000 ഒക്കെ ആയ സമയത്ത് ഭയങ്കര ഇടിയാണ് മേടിക്കാനായിട്ട്. അങ്ങനെ അത് കടന്ന് ഇപ്പൊ 5,000 ആയി എന്ന് പറയുന്നു. ഓക്കെ,
അത്രേ ഉണ്ടായിട്ടുള്ളൂ. 16% കൂടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി എന്താ പറയാ, വളരെ എണ്ണം കുറവ് ലിസ്റ്റിങ്സ് ഉള്ളൂ വിൽക്കാനായിട്ട്. ഒരു 3000 ഉള്ളൂ. ഓക്കെ, നമ്മുടെ അവിടെയൊക്കെ ഒരു മാസം 10,000 വിൽക്കുന്നുണ്ട്. നമ്മുടെ എപ്പോഴും മെൽബൺ, ഞാൻ മെൽബൺ എപ്പോഴും നമ്മുടെ അവിടെ പറഞ്ഞതാണ്. മെൽബണില് 10,000, 8,000, 9,000, 10,000 വീടാണ് ഒരു മാസം വിൽക്കുന്നത്. ലിസ്റ്റിങ്സ് ആയാലും കൂടുതലാണ്. ഇവിടെ ലിസ്റ്റിങ്സ് ഒരു 3000 എന്നുള്ളത് 3,500 ആയ പറയും അയ്യോ 20% കയറി പറയും. ഓക്കെ, അങ്ങനത്തെ ഒരു കണക്കത് അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പോ പെർത്തിന്റെ കത്തിക്കൽ കഴിഞ്ഞു വെച്ചാൽ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഗ്രോത്ത് ഉണ്ട്. പക്ഷെ ഇനി അങ്ങനെ ഗ്രോത്ത് ഒന്നും ഉണ്ടാവും, വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. വലിയ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവില്ല, പക്ഷെ സാധാരണ മാതിരി ഒരു ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. ഞാൻ എവിടെ പഠിക്കാതെ നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എവിടെയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് എവിടെയാണെന്നുള്ളത്. പോർഷൻ ഓഫ് സബേഴ്സ് വെയർ values have declined over a 3-month period. Okay, ഇത്ര 64% സബർബ്സിന്റെ പ്രൈസ് ഡിക്ലൈൻ ആയിട്ടുണ്ട്. 64% സബർബ് എന്ന് വെച്ചാൽ ഇത് നാഷണലിൽ ഇതൊരു വലിയ നമ്പറാണ്. ഓക്കെ, നാഷണലിൽ 64% സബർബുകളുടെ 3 മാസത്തോളമായിട്ട് നോക്കുമ്പോൾ വില കുറവ്. ഈവൻ പെർത്തിലടക്കം 57% സബർബിന്റെ വില കുറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ. ഓക്കെ, പോർഷൻ ഓഫ് സബേഴ്സ് വെയർ വാല്യൂസ് ഹാവ് ഡിക്ലൈൻ ഓവർ എ 3-month period എന്ന് വെച്ചാൽ പെർത്തിൽ ഓൾറെഡി 100% കയറി കഴിഞ്ഞു. അതിൽ ഒരു 2%, 3% കുറഞ്ഞാലും അവർക്ക് ഈ സംഭവം പറയാം. ഓക്കെ, കുറഞ്ഞിട്ട് പറയാലോ. മെൽബണിലെ 98%, സിഡ്നിയിലെ 98% വില കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ വന്നിട്ടുള്ളത് എങ്ങനെയാ? ഈ ഗവൺമെന്റ് ഇപ്പോൾ മെയ്യിൽ കുറെ ചേഞ്ചസ് വന്നു. പിന്നെ മെയ് 12 ഇത് വന്നത് ബഡ്ജറ്റ് ചേഞ്ചസ്. അതിനുശേഷം അവര് ഒരു 4 ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന്റെ ഈക്വലന്റ് കട്ടിന്റെ ഗ്രോത്ത് കൂട്ടിയതിന്റെ ഈക്വലന്റ് ആണെന്ന് പറഞ്ഞത് ചേഞ്ചസിന്റെ ടോട്ടൽ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം പട്ടേ എന്നുകൊണ്ട് ഇതും ഈ സിറ്റുവേഷൻ ആകെ മാറിയിരിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ടൊന്നും നമുക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. നമുക്ക് ഇവിടെ പ്രോപ്പർട്ടീസ് ഉണ്ട്, നമ്മൾ അതുകൊണ്ടൊന്നും പേടിച്ചിട്ട് ഉള്ള വീട് വിൽക്കാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ ടെമ്പററി ആണ്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഡ്വെല്ലിംഗ് വാല്യൂ ടു ഇൻകം റേഷ്യോ, പെർസെന്റേജ് ഓഫ് ഇൻകം റിക്വയർഡ് ടു സർവീസ് ന്യൂ മോർഗേജ്, ഇതൊക്കെ കൂടുതലാണ് കേട്ടോ. ഇതാണ് അഫോർഡബിലിറ്റി പറയുന്നത്. ഇതുകൊണ്ടാണ് ഈ 1.2 million ഒക്കെ ആകുമ്പോൾ പിന്നെ വില കയറില്ല. അഫോർഡബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി, നിങ്ങളുടെ ഒരു 800,000 താഴെ പ്രോപ്പർട്ടി എങ്കിൽ അത് എപ്പോഴും കയറിക്കൊണ്ടേയിരിക്കും. അതാണ് മീഡിയം പ്രൈസ് എങ്കിൽ. സോ 1.2 million, 1.3 million സ്ലോയിലാണ് കയറുള്ളൂ. ബിക്കോസ് പെർസെന്റേജ് ഓഫ് ഇൻകം റിക്വയർഡ് ടു സർവീസ് ഇൻ ന്യൂ മോർഗേജ് ഇപ്പോൾ 48.8% ആണ്. അതായത് നമ്മുടെ ശമ്പളത്തിന്റെ പകുതി മോർഗേജിന് പോകുന്നുണ്ട്. മിക്കവാറും അതിന് കൂടുതൽ കൊടുക്കണ്ടാവും. ഡ്വെല്ലിംഗ് വാല്യൂ ടു ഇൻകം റേഷ്യോ 8.5. അതായത് നമ്മുടെ ഇൻകം 100,000 ആണെങ്കിൽ $850,000 ആണ് ഇപ്പോഴത്തെ ഏവറേജ് ആൾക്കാർ മേടിക്കുന്ന വീട്. ക്യാഷ് റേറ്റ് കണ്ടില്ലേ? ക്യാഷ് റേറ്റ് ഇത്രയൊക്കെയായിരുന്നു പണ്ട്. ഓക്കെ, 91 ഇത്രയായിരുന്നു, 10%. അതിനു മുമ്പ് 18% വരെ ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ പല പുതിയ ആൾക്കാർക്ക് അറിയില്ല. പണ്ട് ഇപ്പൊ 4.35% എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ കഷ്ടകാലം ആലോചിക്കുക. ഈ 91-ലും 88-ലൊക്കെ അറൌണ്ട് 16% ആയിരുന്നു പലിശ. അത്രയും പലിശ കൊടുത്തിട്ട് പറഞ്ഞാല് അടവ് എത്രയായിരിക്കും ആലോചിക്കുക. അടവ് ശമ്പളത്തിന്റെ ഒരു 60%, 70% അടവായിരിക്കും. അപ്പൊ ഇപ്പൊ 4.35% ഒന്നുമല്ല പറയണേ. കൺസ്യൂമർ സെന്റിമെന്റ്സ്, ഇതാണ് ഏറ്റവും വേഴ്സ്. ഓസ്ട്രേലിയയിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ്. കൺസ്യൂമർ സെന്റിമെന്റ്സ് ഈസ് വെരി 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 ലോ. അതായത് നമ്മുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് അതേപോലെ എന്താണ് സംഭവിക്കാൻ പോകുന്ന ഫ്യൂച്ചറിൽ എന്താണെന്ന് അറിയില്ല. അതിന് സെന്റിമെന്റ്സ്, ഈ സെന്റിമെന്റ്സ് മോശമാണെങ്കിൽ ആൾക്കാർ ഒരു ഡിസിഷൻ എടുക്കില്ല, ഫൈനാൻഷ്യലി ഡിസിഷൻ ഒന്നും എടുക്കില്ല. പക്ഷെ ഐ ആം വെരി എക്സൈറ്റഡ്. ഐ ആം ലുക്കിംഗ് ഇൻ ടു പ്രോപ്പർട്ടീസ് നൗ. ഇഫ് ഐ ക്യാൻ ഗെറ്റ് എ ലോൺ ഐ വിൽ ബൈ ഹൗസ് റൈറ്റ് അവേ. 10 വീട് ലോൺ 10 വീട് ഞാൻ മേടിക്കും. നാഷണൽ ഹോം സെയിൽസ്, ഇതൊക്കെ എൻ്റെ ഇതാണ് കേട്ടോ. നാഷണൽ ഹോം സെയിൽസ് കൂടുതലനുസരിച്ചാണ് സാധാരണ വീട് പ്രൈസ് കൂടുതലെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സെയിൽസ് ഇങ്ങനെ പതുക്കെ അവിടെ ചിലത് കൂടിയുണ്ട്, ലാസ്റ്റിൽ ചിലർ കൂടിയിട്ടുണ്ട്. ഇതാണ് വേറെ ഫണ്ടമെന്റൽസ്. പോപ്പുലേഷൻ ഗ്രോത്ത് ഇപ്പോഴും കണ്ടോ, അതാണ് ഒരു കൊല്ലം വരുന്ന ആൾക്കാരുടെ എണ്ണാണത്. ഒരു കൊല്ലം ആദ്യമൊക്കെ 90s വന്നിരുന്നത് 100,000, 150, 200 ഒക്കെ ആയിരുന്നു. പിന്നെ നോക്കിയ 2008 ഈ സംഭവിച്ചേക്കണത്. ഞാനൊക്കെ വന്ന 2007 ആ കൊല്ലങ്ങളിൽ കണ്ടല്ലേ, അവിടെ ഇഷ്ടംപോലെ പേരെ വന്നത്. അന്ന് 450,000 ആൾക്കാർ, 400,000. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര ആൾക്കാർ വരുന്നുണ്ട് എല്ലാ കൊല്ലവും. ഇതെന്താ വന്നത്? ഇതൊരു ഒരു കൊല്ലത്തേക്ക് ലോക്ക്ഡൌൺ വന്ന കാരണം ആരും വന്നില്ലല്ലോ, അതാണ് ഈ ഇത്. അതല്ലാണ്ട് ഇത് ഇങ്ങനെ നേരെ പോകേണ്ടതാണ്. പിന്നെ എത്രയോ പേര് അതിന്റെ അടുത്ത കൊല്ലം വന്നു. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഗ്യാപ്പ് ഇട്ട് പിറ്റേ കൊല്ലം 670,000 അവരുടെ ആൾക്കാരൊക്കെ ഈ ഗ്യാപ്പുകൾക്ക് ആൾക്കാർക്ക് ഇതിൽ വന്നു. ഇപ്പോഴും വരുന്നത് കണ്ട അറൌണ്ട് 420,000 ആൾക്കാരാണ് ഒരു കൊല്ലം വരുന്നത്. 420,000 is more than like 2 Ballarat. 3 Ballarat.
കാനറയേക്കാൾ കൂടുതലാണ് ഒരു കൊല്ലം ആൾക്കാർ വരുന്നത്. ഡ്വെല്ലിംഗ് കംപ്ലീഷൻസ് ഉണ്ടായിരുന്നു. വീട് പണിതാലും നമുക്ക് വീട് വാടക കിട്ടുള്ളൂ, അല്ലെങ്കിൽ മേടിക്കാൻ പറ്റുള്ളൂ. വീട് കണ്ട ഇപ്പോഴും ബിലോ എവറേജ് ആണ്. വീട് ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്, പക്ഷേ വീടുകളുടെ എണ്ണം കുറയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഇങ്ങനെ ഇതേപോലെ തന്നെ മുകളിലേക്ക് പോകണം. ഇത് മേലേക്ക് പോകുമ്പോൾ ഇത് മേലേക്ക് പോകണതാണ്, പക്ഷെ ഇത് താഴേക്ക് പോകുന്നു. അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഇതാണ് എന്റെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. വീട് എന്തുകൊണ്ട് ക്രാഷ് ആവില്ല എന്ന് പറയുന്ന കാരണം ഇതാണ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് സ്റ്റിൽ വെരി 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 ലോ, റെക്കോർഡ് ലോ ആണ്. 4%-നേക്കാൾ താഴെ നിൽക്കുന്നത്. അപ്പൊ ആരും എങ്ങനെയൊക്കെ ജോലി എടുത്ത് പൈസ അടച്ചോളും ബാങ്കിൽ. ഓക്കെ, ഇത് കോട്ടാലിറ്റിയുടെ ഒന്നുകൂടിയിട്ടുള്ള റിപ്പോർട്ടാണ്. മിക്കവാറും അല്ല, ഇത് ഡെയിലി ഇൻഡെക്സ്, അതായത് ഡെയിലി സ്വർണ്ണവില പറഞ്ഞ പേരിനെ വീടിനും ഒരു ഡെയിലി ഇൻഡെക്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇന്നലത്തെ സ്ക്രീൻഷോട്ടാണത്. സിഡ്നിയിൽ -0.11, മെൽബൺ -0.13, ബ്രിസ്ബെയിൻ 0.09, അഡലേഡ് 0.07. അഡലേഡ് മാത്രമാണ് ഗ്രീൻ കാണുന്നത്. പെർത്തും അഡലേഡും ഹൊബാർട്ടും ഡാർവിനും ഇട്ടിട്ടാണ്. പെർത്ത് മൈനസ് തന്നെയാണ്, താഴേക്ക് തന്നെയാണ്. ഓക്കെ, പക്ഷെ ബാക്കിയുള്ളവർ കാണിക്കില്ല, ഇവരെപ്പോഴും ഈ 5 കാണിക്കുള്ളൂ. ഹൊബാർട്ടും ഡാർവിനും കാണിക്കാറില്ല. ഹൗസ് ഹോൾഡ് സ്പെൻഡിങ് പതുക്കെ മുകളിലേക്ക് പോകുന്നത്, പക്ഷെ സ്പെൻഡ് ചെയ്യാനൊക്കെ നിർത്തിയില്ല. കാരണം എലക്ട്രിസിറ്റി ബില്ലും ഇൻഷുറൻസും പെട്രോളും ഒക്കെ കൂടുതൽ തന്നെയല്ലേ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ കുറേശ്ശെ കുറയുന്നുണ്ട്. 3.7 ഇപ്പൊ നിൽക്കുന്നത്, 3.8 നിൽക്കുന്നത്. ഇപ്പോൾ 3.8 നിൽക്കുന്നത്. സേവിങ്സ്, ഹൗസ് ഹോൾഡ് സേവിങ്സ് പതുക്കെ കൂടി വരുന്നുണ്ട്. 2023 ശേഷം പതുക്കെ കൂടി വരുന്നുണ്ട്. ഓസ്ട്രേലിയ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഇതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എത്രയും വർഷങ്ങളായിട്ട് അറൌണ്ട് 5ഉം 6 ഒക്കെ ആയിരുന്നു. കുറെ നാളായിട്ട് ഇപ്പൊ ഇങ്ങനെയാണ് നിൽക്കുന്നത്. 3.84 മേലെ കയറിയിട്ടില്ല. ഈ റിസർവ് ബാങ്കിന്റെ വലിയൊരു പരിഭവം ഇതാണ്. നിങ്ങളുടെ അൺഎംപ്ലോയ്മെന്റ് കൂട്ടാൻ പറ്റുന്നില്ലതാണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അൺഎംപ്ലോയ്മെന്റ് കൂട്ടലാണ് അവരുടെ ലക്ഷ്യം. എന്നാലാണ് ഇൻഫ്ലേഷൻ കുറയുള്ള പറഞ്ഞത്.